യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ഇവിടെ എഴുതിയിരിക്കുന്നു ഒടുവിൽ അവനിലും അവൻ്റെ അമിത ബലത്തിലും. അമിത ബലം വേണമെന്ന് പറയുവാൻ കാരണം ഒത്തിരി, ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് പറഞ്ഞ വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പോലും മാറിപ്പോകുന്നു. അപ്പം പിന്നെ നമ്മുടെ കാര്യം പറയണോ? സാധാരണക്കാരെ നമ്മളെയൊക്കെ സാത്താന് സത്യത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഇൻ ഹിസ് മൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് നിന്നാൽ ഒരു ദുരുപദേശവും നമ്മുടെ ഉള്ളിൽ കയറത്തില്ല. സത്യ ഉപദേശം ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകും. തെറ്റായ കാര്യങ്ങൾ, വചനം ഒരു കാര്യം അനുവദിക്കുന്നില്ല, ആ വിഷയവുമായിട്ട് വേണ്ട. അതിന് ആര് ഇഷ്ടപ്പെട്ടാലും ആര് പിണങ്ങിയാലും എനിക്ക് വിഷയമല്ല. എനിക്ക് എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം. കാര്യം ഇവരാരും അല്ല, അപ്പനും അമ്മയല്ല, സഹോദരങ്ങളല്ല, കൂട്ടുകാരല്ല, എന്നെ സഹായിച്ചവരല്ല എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തത്. ജീവൻ കൊടുത്തത് ആരാ? കർത്താവിൻ്റെ മേശ എന്തോ തെളിയിക്കുന്നത്? കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം കൊടുത്ത്, എന്നിട്ട് യേശു ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും സ്നേഹിതൻ അത് വിൽ എനി ഓഫ് യുവർ ഫ്രണ്ട് ഡു ദാറ്റ് ഫോർ യു? നിങ്ങളുടെ ഏതെങ്കിലും സ്നേഹിതൻ അത് ചെയ്യുമോ? നിങ്ങളുടെ ആരെങ്കിലും കുടുംബക്കാരാ ചെയ്യുമോ? പെറ്റ അമ്മ ചെയ്യുമോ? നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുമോ? പെറ്റു, വേദന സഹിച്ച തന്നെയാണ് വളർത്തി, പക്ഷേ ജീവൻ കൊടുക്കുമോ? എന്നാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ജീവൻ അങ്ങ് നോ നോ. യേശു പറയുന്നു ആരും ചെയ്യത്തില്ല. ആ ജീവൻ കൊടുത്ത ഒരാളേ ഉള്ളൂ. ജീവൻ കൊടുത്ത് എന്നെ വില കൊടുത്ത് വാങ്ങിച്ചു. ഞാനിപ്പോൾ ആരുടെ പ്രോപ്പർട്ടിയാണ്? യേശുവിൻ്റെ പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായി തീർന്ന്. എന്നിട്ടാണ് അവിടെ എഴുതിയേക്കുന്നത് ബി സ്ട്രോങ്. ഒടുവിൽ അവൻ്റെ അമിത ബലത്തിൽ എന്ത് ചെയ്യണം? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. എന്തിനാണ് ഈ ശക്തി? താഴോട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാ വിശ്വാസികളല്ല, സോൾജേഴ്സാണ്. അതും സ്പെഷ്യൽ കോളിംഗ് ഉള്ളവരെന്തുവാ? സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബ്ലാക്ക് ക്യാറ്റ്സ് പോലുള്ള ഒത്തിരി, നമുക്കൊരു ബ്ലാക്ക് ക്യാറ്റ്സിനെ മാത്രമേ പെട്ടെന്ന് അറിയത്തുള്ളൂ. അല്ല, NSG അല്ലെങ്കിൽ ഒത്തിരി ടാസ്ക് ഫോഴ്സസ് ഉണ്ട്. ഒത്തിരി അങ്ങനെ പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ് കൊടുത്ത ഫോക്കസ്. അവരുടെ കണ്ണ് ഇങ്ങനെ 360 ഡിഗ്രി വേണേ കാരണം. എവിടെ നിന്ന് അവർ, നിങ്ങളൊരു സൂട്ട് കേസ് പോലൊക്കെ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? അതെല്ലാം മെറ്റൽ ബാരിയേഴ്സാണ്, ഈ ബുള്ളറ്റ് പ്രൂഫ് സാധനങ്ങളാണ്. അവർ ഒരു ബുള്ളറ്റ് വന്ന് അവരെല്ലാം കൂടി സൂട്ട് കേസ് ഇങ്ങനെ പൊക്കിയ ആ ബാരിയേഴ്സ്. അവർ പെട്ടെന്ന് അവർ ട്രെയിൻഡാണ്, എവിടെ നിന്ന് വരുന്നു അതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ. അപ്പോൾ അവർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നടക്കുന്നത് എന്തിനാണെന്നറിയാം? അവരുടെ കണ്ണ് എങ്ങോട്ടാണ് പോകുന്നത് ജനങ്ങൾ കാണാതിരിക്കാൻ. ആ എന്തൊക്കെ വിളച്ചിൽ ശത്രു കാണിക്കാൻ ചാൻസ് ഉണ്ട്, ആ വിളച്ചിലിനെ എല്ലാം ബ്ലോക്ക് ചെയ്യുവാനുള്ള ട്രെയിനിങ് ഇങ്ങനെ ശത്രു ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യണം. അത് പകൽ ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ ചെറുപ്പത്തിലുള്ള കുറച്ച് പേരെ, കുറച്ച് വർഷത്തേക്ക് പ്രായമായി കണ്ണ് മങ്ങി നമ്മുടെ ആ സെൻസസ് ഒന്നും അത്ര സ്പീഡിൽ വർക്ക് ചെയ്യാതെ വരുമ്പോൾ അവരെ ആ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ദൗത്യസേനയിലോട്ടിടും, അല്ലെങ്കിൽ ഓഫീസിലോട്ട് അവരെ മാറ്റും. അവർ കുറച്ച് നാളെ സർവീസിൽ കാണത്തുള്ളൂ. അവരുടെ പേരാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സസ്. അപ്പോൾ നമ്മുടെ വിളിക്ക് ശ്രേഷ്ഠമേറിയ വിളിയുള്ളൂ. ആരെങ്കിലും എന്നെ ഒരു സാധാരണ വിളിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. വന്ന് ഇവിടെ ഇരുന്നിട്ട് വിശ്വാസിയായിട്ടിരിക്കാൻ, എന്തെങ്കിലും ഓഫറിംഗ് ഒക്കെ ഇട്ടിട്ട് പോകാൻ, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നലുണ്ടോ? ഇവിടെ സാധാ വല്ലതും ഇരിപ്പുണ്ടോ ദൈവമക്കളെ? ഈ കൂട്ടത്തിൽ, ഈ ആത്മീയ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ പല കൂട്ടത്തിൽ ഈ പട്ടണത്തിൽ കാണും. നമ്മളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന എന്തിനാ? സ്പെഷ്യൽ ദൗത്യ സേനയാണ്. സ്തോത്രം. ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. അതാരാണ് പരിമേൽപ്പിക്കുന്നത്? കർത്താവാണ്. ഒരാളെ വിളിച്ച വിളി അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചത് മറ്റുള്ളവർ ചെയ്യാൻ ചിലപ്പം പറ്റിയില്ലെന്ന് വരും. എന്നെ ഏൽപ്പിച്ച വിളി അത് ചെയ്ത് നിവർത്തിക്കുവാൻ അതിനുള്ള ശക്തിയും ധൈര്യവും ബുദ്ധിയും ജ്ഞാനവും കഴിവും കോംപ്രമൈസ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ ട്രെയിനിങ്. ഞാൻ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ ഓർക്കുമ്പോൾ പഴയ ചില അനുഭവങ്ങൾ കർത്താവ് എന്നെ ഓർപ്പിക്കും. കോംപ്രമൈസ് ചെയ്തപ്പോൾ നല്ല അടി ദൈവം തന്നത്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇനി ആ പണിക്കില്ല, ഇനി എനിക്ക് അടി കൊള്ളാൻ. ഇന്നലെ ഒരു ടൗണിലെ ഒരു ദൈവദാസനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ ദൈവദാസൻ പറയുമായിരുന്നു, ഇനി എനിക്ക് അടി കൊള്ളാനുള്ള എനർജി ഇല്ല. താൻ എന്നോട് പറഞ്ഞൊരു പദം ഞാൻ പിന്നെ സന്തോഷിച്ചു. പ്രൈസ് ലോർഡ്. ശക്തന്മാരായിട്ട് നിൽക്കുന്ന ദൈവദാസന്മാരുള്ളൂ. അതുകൊണ്ട് ഒരു കോംപ്രമൈസിൻ്റെ പരിപാടിക്കും ഞാനില്ല എന്ന് ആ ദൈവദാസൻ പറയുവാണ് എത്തിയത്. അപ്പം ഹല്ലേലൂയ.
ചുരുക്കം പേരുണ്ട് കർത്താവിന് പൂർണ്ണ പ്രസാദമായിട്ട് നിൽക്കുവാൻ ആഗ്രഹിച്ചു. നമ്മളും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ എന്തു എഴുതിയേക്കുന്ന? റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹീ വിൽ ഫ്ലീ ഫ്രം യു. ശത്രുവിനോട് എന്ത് ചെയ്യണം? പറ്റുമോ? ഒന്ന് ആരാധനയിൽ, ഒന്ന് ആത്മാവിൽ ആരാധിക്കാൻ തന്നെ പറ്റുന്നുണ്ടോ? ഒന്ന് പ്രൈസ് ലോർഡ് വിശുദ്ധിയോട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഈ എതിർത്ത് നിൽക്കുവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ആരെങ്കിലും ഇങ്ങോട്ട് പോരിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മുമ്പിൽ അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യണം? എതിർക്കുവാന്ന് പറഞ്ഞാൽ എന്തോ? അവൻ ഇങ്ങോട്ട് തള്ളുന്നതിന് മുമ്പേ അവനെ അങ്ങോട്ട് തെള്ളി താഴെ ഇടണം. അങ്ങനല്ലേ എതിർക്കുക എന്ന് പറഞ്ഞാൽ? അതോ അവനിങ്ങോട്ട് വരുമ്പോൾ അയ്യോ സാത്താൻ, അയ്യോ അന്യാരാധന ശക്തി കൊണ്ട് മണിയുടെ ശബ്ദം കിണുകിണുകിണുകിണ്, ഒരു മണി അമ്പലത്തിൽ മുഴങ്ങുന്ന ശബ്ദം കേട്ട് എത്ര ദൈവമക്കളാണെന്നറിയോ പേടിക്കുന്നു? അയ്യോ അപ്പുറത്ത് സ്വത്തം ഭൂതത്തെ കാണുന്ന പോലാണ്. എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ടെന്നറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് എവിടെ നിന്നെങ്കിലും ഒരു ശ്ലോകം ചൊല്ലുന്ന കേട്ട് കഴിഞ്ഞാൽ മുസ്ലിംസിനെ കണ്ടാൽ പിന്നെ പറയുകയും വേണ്ട, അവർക്ക് ക്ഷയിക്കാനും കൊടുക്കാത്ത എത്ര ദൈവമക്കളുണ്ടെന്നറിയാം. എനിക്കറിയത്തില്ല, അവരെയാണ് ഈ ഭയങ്കര പേടി. അവരേതാണ്ട് ഭയങ്കര മന്ത്രവാദികൾ, അവർ മന്ത്രം ചെയ്ത് ഏക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും അല്ലേ? ആരാണേലും ഒരുപോലാണ് കൂടെ എല്ലാം ശത്രു ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ബന്ധക്കാരിൽ കൂടി സ്നേഹിക്കുന്നവർ കൂടി ശത്രു പോരാടും. കുടുംബക്കാരിൽ കൂടി നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നവർ കൂടെ ഒക്കെ ശത്രു. എന്തിനാണെന്നറിയാം? അവർ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കേൾക്കും. അവർ കൂടെ ഒക്കെ ശത്രു പ്രവർത്തിക്കും. ഏത് രീതിയിലും ശത്രുവിന് പ്രവർത്തിക്കാം. നമുക്കൊരു പോരാട്ടമുണ്ട്. ശത്രുവിനോട് എതിർത്ത് നിന്നാൽ മാത്രമേ അവൻ നിന്നെ വിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹീ വിൽ ഫ്ലീ ഫ്രം യു. ശത്രു ഓടിപ്പോകണമെങ്കിൽ എന്നോട് പോരാടുന്ന വഴക്കെട്ടുന്ന ശത്രു ഓടിപ്പോകണം. ഞാൻ എന്ത് ചെയ്യണം? ശത്രുവിനെ തെള്ളി നിൽക്കണം. എന്നോട് അടുക്കാൻ ശ്രമിക്കണം. ഒറ്റ തെള്ളു വെച്ച് കൊടുക്കണം. അവൻ താഴെ വീണു, അവൻ ഇറങ്ങി ഓടണം. അതിന് ആരുടെ ബലം വേണം? എൻ്റെ ബലം കൊണ്ട് പറ്റുമോ ദൈവമക്കളെ? കുറേ ദൈവമക്കളുണ്ട്, ഒത്തിരി വർഷമായി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വളരെ ആത്മീയ ക്ഷീണത്തിലാണ്. ആത്മീയ ക്ഷീണം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടൊക്കെ മാറി എന്തെങ്കിലും ഭൗമികമായിട്ട് കിട്ടി എനിക്ക് സുഖമായിട്ടും സന്തോഷമായിട്ടും താമസിക്കണം. അവരെയൊക്കെ കണ്ടിട്ട് അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു, എന്നാ ദൈവം അനുഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞ് പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ ഈ നാളുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളതിൽ ഒരാളാകല്ലേ. സ്തോത്രം. അവരെ അനുഗ്രഹിച്ചോ ഇവരെ അനുഗ്രഹിച്ചോ, സാത്താനോട് ഒന്ന് കമന്നാൽ മതിയെന്നേ. എല്ലാ അനുഗ്രഹവും സാത്താൻ തരും. ലോകത്തിൻ്റെ അനുഗ്രഹമാണോ നിങ്ങൾക്ക് വേണ്ടത്? സ്ഥലം തെറ്റിപ്പോയി, ഹല്ലേലൂയ, അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു തീർത്ഥാടന സ്ഥലത്ത് ഒരു ഷ്രൈൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് നമസ്കരിച്ചാൽ മതി. ചെല്ലുന്നതെല്ലാം ആൾക്കാർ പറഞ്ഞു, ഇവിടുത്തെ കൊച്ചിക്കാർ പറഞ്ഞ വേളാങ്കണ്ണി അതിന് ബെസ്റ്റ് എന്നാണ്, യാക്കോബക്കാർ പറഞ്ഞ പരിമല അതിന് ബെസ്റ്റ് എന്നാണ്. അവിടെ ചെന്നാൽ കിട്ടും, എല്ലാം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം കാര്യങ്ങൾ കിട്ടാനാണ് നേരെ വണ്ടി അങ്ങോട്ട് വിട്ടോ. പ്രൈസ് ലോർഡ്. നമ്മളിവിടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് എന്നെ വിളി അനുസരിച്ച് ഒരുക്കണമേ കർത്താവേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അതിന് ശക്തി വേണം ദൈവമക്കളെ, ആത്മശക്തി വേണം. നമ്മുടെ മസിൽ പവർ അല്ല, യേശുവിൻ്റെ അമിതബലം. നമുക്കൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ടാണ് താഴത്തെ വാക്യങ്ങൾ മുഴുവനും. ഇനി ആർക്കെങ്കിലും ഈ പോരാട്ടം എന്ന് കേൾക്കുമ്പോൾ പേടിയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങൾ പറയുക, ഭീരുക്കളും അവിശ്വാസികളും, അൺബിലീവേഴ്സ് ആൻഡ് കവേർഡ്സ് എന്നാണ് ഇരിക്കുന്നത്, വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കവേർഡ്സ്, ഭീരുക്കൾ, പേടിച്ച്, മലയാളത്തിൽ ഓരോ പദങ്ങളുണ്ടല്ലോ, സാധാരണ പദങ്ങളുണ്ട്. പേടിയുള്ളവർ എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിൽ. ശത്രുവിനെ പേടിയുണ്ടോ? ദൈവത്തിൻ്റെ അമിതബലം പ്രാപിച്ചോണം. ശത്രുവിനെ പേടിയുണ്ടോ? മന്ത്രവാദമോ ആഭിചാരമോ കൂടോത്രമോ വല്ലതും പേടിയുണ്ടോ? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഞാനല്ല പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം ന്യായം വിധിക്കേണ്ട കർത്താവാ പറയുന്നത്, യേശു കർത്താവാ പറയുന്നത്. പേടിയുള്ള ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ കവേർഡ്സ് വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് ധൈര്യം പ്രാപിച്ചാലേ പറ്റൂ. നമ്മുടെ ആവശ്യമായി പോയി. ധൈര്യം പ്രാപിച്ചാലേ പറ്റൂ, ശക്തി പ്രാപിച്ചാലേ പറ്റൂ. ധൈര്യം എവിടുന്നേ വരത്തുള്ളൂ? എൻ്റെ അപ്പച്ചൻ ഭയങ്കര ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി ശത്രുവിൻ്റെ അടുത്തോട്ട്. ആ കുടുംബത്തിൻ്റെ ധൈര്യമൊന്നും ഇവിടെ ഏക്കത്തില്ല ദൈവമക്കളെ. കാലെ വാരി താഴെയിടും സാത്താൻ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലല്ല. അല്ലെ കുടുംബധൈര്യവും ഞങ്ങളങ്ങ് ഇന്ന ആൾക്കാരാണ്, ഇന്ന കുടുംബം, ഇതൊന്നും ഞാൻ പണ്ട് ആരായിരുന്നെന്നറിയാം? കൊച്ചിലെ അഭ്യാസിയായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാ അഭ്യാസവും ഉള്ളവനാണ് ശത്രു. അതുകൊണ്ട് ആത്മശക്തി വേണം. ആത്മശക്തി വേണമെങ്കിൽ വിശുദ്ധി വേണം. താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും സാത്താൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. 11-ാമത്തെ വാക്യം.
ഇനിയാണ് എഴുതിയിരിക്കുന്നത്, പിശാചിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എല്ലാ രീതിയിലും സാത്താൻ പോരിടും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും എലക്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഹി വിൽ അറ്റാക്ക് ദി എലക്ട്. കഴിയുമെങ്കിൽ ആരെയും വീഴ്ത്തും എന്ന് എഴുതിയിരിക്കുന്നത്. ഹി വിൽ ഡിവോർ ദി എലക്ട്. പ്രത്യേക വിളിയുള്ള, പ്രത്യേക സെലക്ഷനുള്ള എലക്റ്റഡ് ആൾക്കാരെ പോലും, അല്ലെങ്കിൽ വളരെ തീരുമാനമുള്ളവർ, വളരെ പ്രതിഷ്ഠയുള്ളവർ, വളരെ ഒരു കാലത്ത് ശക്തരായി നിന്നവരെ പോലും സാത്താൻ വിഴുങ്ങും, ഡിവോർ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചിരുന്നോളണം. അതിന് ഒറ്റ കാര്യം എവിടെ എഴുതിയേക്കുന്ന, സർവായുധ കവചം എന്ത് ചെയ്യണം? ധരിക്കണം. സാത്താൻ്റെ തന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ? ബൈബിൾ പറയുന്നു അറിയാം. അതൊക്കെ അറിവൊക്കെ ആര് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്? കർത്താവ് തന്നിട്ടുണ്ട്. പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക? സാത്താൻ വളരെ സ്വീറ്റായിട്ട് വരും, നമ്മൾ സാത്താൻ്റെ തന്ത്രത്തിന് അങ്ങ് വീണ് കൊടുക്കും. എന്നിട്ട് നമ്മൾ കർത്താവിനോട് പറയും, നമ്മുടെ വിചാരം എന്തോ, ഒന്ന് കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ പോരെ, കർത്താവ് അങ്ങ് ക്ഷമിക്കും. ഹല്ലേലൂയ. സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാവുന്നവരല്ലയോ? അപ്പോസ്തലൻ ചോദിക്കുക കൊരിന്ത്യർ സഭയോട്, 2 Corinthians chapter 2:11, 2 Corinthians 2:11. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമെങ്കിലും ഓർപ്പിക്കുക. സാത്താൻ്റെ തന്ത്രങ്ങളെ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കല്ലേ. കൊരിന്ത്യ സഭ ഒരു കൃപാവ് ഒരുത്തരും കുറവില്ലാത്ത സഭ. 2 കൊരിന്ത്യരൊക്കെ വരുമ്പോൾ അവരെല്ലാം നല്ല സൂപ്പറായിട്ടായിരിക്കുന്നത്, ആത്മീയരായിട്ടായിരിക്കുന്നത്. ആത്മാവിൽ ആരാധനയുണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. കൃപാവരങ്ങളെല്ലാം ഉണ്ട്. രോഗസൗഖ്യമുണ്ട്. കൃപാവരങ്ങളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട്? സൂപ്പർ പാപമുണ്ട്. ജാതികൾ കേട്ട ഞെട്ടുന്ന, അറയ്ക്കുന്ന പാപമുണ്ട്. ഞാൻ ഈ പല ദൈവദാസന്മാരെ ചിലരെ അറിയുവാനിടയായി തീർന്നു, ചില ദൈവമക്കളെ പറ്റി അറിയുവാനിടയായി തീർന്നു. ഞാൻ വിചാരിച്ചു അവരൊക്കെ, ഞാൻ മാനസികമായിട്ട് വെളിയിൽ നോക്കുമ്പോൾ വളരെ സഭയിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഇരിക്കുന്നവരാരെ പറ്റിയാണ്, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ സഭയിൽ തന്നെ ഉണ്ടായിരുന്ന ചിലരെ പറ്റിയാണ് പറയുന്നത്. നേരത്തെയും അതിന് മുമ്പും ഒക്കെ ഉണ്ടായിരുന്നവർ, കേരളം വിട്ടുമൊക്കെ ഉണ്ടായിരുന്ന പലരെ പറ്റി അടുത്തറിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, ഈ സഹോദരി ഇങ്ങനാണോ? നമ്മൾ ഒട്ടും അവരെ പറ്റി വിചാരിച്ചാൽ, ചിലരെ പറ്റി കേട്ടപ്പോൾ, പാസ്റ്ററിന് അറിയാമോ ഇവിടെ സഭയിൽ എത്ര ഡീസൻ്റാണെന്നറിയാം, നല്ല ഒന്നാം തരം തെറി പറയും. ആ വ്യക്തി ജോലി ചെയ്യുന്ന കമ്പനിയിലെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ചില ഹിന്ദുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാം തെറി പറയുക. ഒരു ദൈവദാസനെ പറ്റി പറഞ്ഞു, അതിൽ ഒന്നാം തരമായിട്ട് തെറി പറയും. അപ്പം ഇവിടെ വരുമ്പോൾ അന്യഭാഷയും പറയും, പബ്ലിക്കിൽ ദേഷ്യം വന്നാൽ തെറിയും പറയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഞാൻ ദൈവസന്ധി എന്നാണ് പറയുന്നത്. ഒരു ദൈവദാസനെ പറ്റി അങ്ങനെ കൂടെ ഉള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, കൂടെ ജോലി ചെയ്തവർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ചില ദൈവമക്കളെ പറ്റി ഓർക്കുന്നു. ചില ദൈവമക്കളുടെ കുടുംബങ്ങൾ വല്ലാതെ രക്ഷയില്ലാതിരുന്നപ്പോൾ അവരെ സന്ദർശിച്ചപ്പോൾ കുടുംബം വേദനയോടുകൂടിയാണ് പറഞ്ഞു ഓർക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ വേദനയിലായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചിലരെ പറ്റി നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കും, ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ദേഷ്യം വന്നാൽ ഒന്ന് പറഞ്ഞിരിക്കും, അത്ര അങ്ങോട്ട് ആത്മീയനായി വരുന്നേ ഉള്ളൂ. ചിലരെ പറ്റി നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഇതുപോലുള്ള തെറി പറയുക മാത്രമല്ല, പല കാര്യങ്ങൾ നമ്മൾ ചിലരെ പറ്റി കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഞെട്ടും. കൊരിന്ത്യ സഭയിൽ ഇതുപോലുള്ള പല ഞെട്ടിക്കുന്ന പാപങ്ങൾ ആ സഭയിലുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലനോട് അവിടുത്തെ ആത്മീയർ ലേഖനം എഴുതി അറിയിച്ചപ്പോൾ അതിനുള്ള എല്ലാ മറുപടിയാണ് 2-ാമത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2-ാമത്തെ ലേഖനത്തിൽ താൻ പറയുക, 2 Corinthians 2:11, നമ്മൾ സാത്താനോട് എന്ത് ചെയ്യില്ല? തോറ്റുപോകല്ലേ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുതേ. സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാവുന്നവരാണ്. യു ആർ പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഇംഗ്ലീഷിൽ എങ്ങനെ? യു നോ ഹിസ് സ്കീംസ് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? യു നോട്ട് ഇഗ്നറൻ്റ് ഓഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അവൻ്റെ തന്ത്രങ്ങൾ, അവൻ്റെ പദ്ധതികൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിയാത്തവരല്ല. അതുകൊണ്ട് പ്ലീസ് ദൈവത്തെ ഓർത്ത സാത്താനോട് തോറ്റു പോകല്ലേ എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഭാഗങ്ങൾ അല്ല. ഇതൊക്കെ പൊങ്ങി വരുന്ന എപ്പോഴാണെന്നറിയാം? ഞാൻ നല്ല ആത്മീയ കൃപയോടുകൂടി നിൽക്കുമ്പോൾ ചിലപ്പം ഇതൊന്നും വരത്തില്ല. ഞാൻ നല്ല ആത്മീയ ക്ഷീണത്തിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? പൊങ്ങി വരുന്നത്. നല്ല ദൈവകൃപയിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ചിലപ്പം വരത്തില്ലെന്നിരിക്കും. പക്ഷേ എൻ്റെ ഒരു ആത്മീയ ക്ഷീണത്തിൻ്റെ സമയത്തായിരിക്കും ഇതുപോലെ പാപ സ്വഭാവങ്ങളും ഒക്കെ പൊങ്ങി വരുന്നത്. നമുക്ക് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, യേശു കർത്താവ് എങ്ങനെയാണ് സാത്താൻ ഇതുകൊണ്ട് നടുന്നത്? മാത്യു 13:25, മത്തായി 13:25. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്നു മതിരായപ്പോൾ. മനുഷ്യൻ വന്ന് ഉറങ്ങുമ്പോൾ
Satan sows tares when you sleep എന്ന് എഴുതിയിരിക്കുന്നത്. കള വിതയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് ഈ സൈഡിൽ നമ്മുടെ കയറി വരും. ഇപ്പം ഇച്ചിരി ഉണക്കായതുകൊണ്ട് ഇച്ചിരി കുറവ്. ഈ ടൈൽസിൻ്റെ താഴത്തെ ടൈൽസിൻ്റെ ഇടയ്ക്ക് എല്ലാം പുല്ല് മുളയ്ക്കും. ഈ നല്ല ചെടികളുടെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാട്ടുചെടി മുളയ്ക്കും. ഇത് ഈ ഇച്ചിരി ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെയൊക്കെ കൃഷി സ്ഥലത്തും നമ്മുടെ വീടിൻ്റെ ചുറ്റിനുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് വരെ എന്ത് ചെയ്യും എന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കാട് പടച്ച് കളയണം. ഈ കാടിനും കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. നല്ല കൃഷി ചെയ്യുന്നവർക്കറിയാം ഈ കാട് ഉള്ള വളം കൂടി വലിച്ചെടുക്കും. ഗുണമെല്ലാം മണ്ണിൻ്റെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അവസാനം ഗുണം കിട്ടേണ്ട ചെടിക്കൊട്ട് ഗുണം കിട്ടത്തുമില്ല. അപ്പോൾ ഈ ശല്യം ഈ സാത്താൻ കൊണ്ടുവന്നിട്ട് ലോകസ്നേഹത്തിൻ്റെ, ദ്രവ്യാഗ്രഹത്തിൻ്റെ, ജഡമോഹത്തിൻ്റെ, വ്യഭിചാര ചിന്തകളുടെ, അസ്വാർത്ഥതയുടെ, അസൂയയുടെ, വേറെ ആരെങ്കിലും പറ്റി ഇങ്ങനെ കുറ്റം കാണുവാനും മറ്റുള്ളവരോട് വിളിച്ച് പറയുവാനും അതിലൊരു ഹരം കണ്ടെത്തുവാനും ഒക്കെയുള്ള ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ആത്മീയ ക്ഷീണത്തിലായിരിക്കും എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് സാത്താൻ ഒരു വിത്ത് അങ്ങോട്ട്. ഈ കാട്ടുചെടിക്കും വിത്തുണ്ട്, അറിയാം. ഈ എല്ലാം കിളി കൊണ്ടിടുന്നതോ മണ്ണിലും ഒക്കെ ആയിട്ട് എന്തുണ്ട്? കാട്ടുചെടിക്കും വിത്തുണ്ട്. അതുകൊണ്ട് എത്ര നമ്മൾ പറിച്ച് കളഞ്ഞ് വേരോട് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നെയും അത് മുളയ്ക്കാൻ അതിന് വിത്തും വേരും ഒക്കെ ഉണ്ട്. മറ്റുള്ള ചെടി പോലുള്ള എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ട്, ഫലമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാട്ടുചെടിയുടെ വിത്ത് കൊണ്ടുവന്ന് പല ചിന്തകൾ കൊണ്ട്. എന്നാലും പാസ്റ്റർ അങ്ങനെ പറഞ്ഞു നിന്നെപ്പറ്റി ആയിരിക്കും ചിലപ്പോൾ. ഒരു ചിന്ത ഇട്ടാൽ പോരെ? ദൈവമക്കളെ, ആ കുടുംബം പിറ്റേ ആഴ്ച തൊട്ട് ആ പട വിഷമത്തിലിരിക്കും. എന്നാലും പാസ്റ്റർ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞല്ലോ. ഞാനാണേ പറഞ്ഞ ഞാനത് ഓർത്തിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞത് ഒരു കയ്പിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ ആത്മീയ ക്ഷീണത്തിൽ കൊണ്ട് എൻ്റെ മനസ്സിൽ കൊണ്ടിട്ടാൽ എനിക്ക് പിന്നെ ആ കുടുംബത്തോടൊരു വിഷമവുമാവും. ആകെപ്പാടെ എനിക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും. എല്ലാവരും സന്തോഷിക്കുക, ഞാൻ മാത്രം എല്ലാവരും ആരാധിക്കുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. എല്ലാവരും ആരാധിച്ച് സന്തോഷിക്കുമ്പോൾ ആരെങ്കിലും തൊണ്ട് ഇങ്ങനെ ബൊമ്മ പോലെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്നറിയാം? അവരുടെ ഉള്ളിൽ സാത്താൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു വിത്ത് കൊണ്ടുവന്ന് എല്ലാവരും കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് കഴിയുന്നില്ല? കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരിക്കലും സാത്താൻ ചെയ്യല്ലേ. അതുകൊണ്ടാണ് പ്രൈസ് പലരുടെ ജീവിതത്തിൽ പല വിത്തുകളാണ് കൊണ്ടിടുന്നത്. ഈ പാപ സ്വഭാവം മാത്രമല്ല, ചിലരുടെ ജീവിതത്തിൽ ഭയം കൊണ്ടിടും, ചിലർ ജീവിതത്തിൽ ടെൻഷൻ കൊണ്ടുവന്നിടും. ഇങ്ങനെ പല കാര്യങ്ങളാണ് സാത്താൻ കൊണ്ടുവന്നിട്ടിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മളെ ആത്മീയമായിട്ട് ക്ഷീണിപ്പിക്കുന്നത്. സാത്താൻ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലരെ ചുമ്മാ അതങ്ങ് ബിസിയാക്കി വെക്കും. ചിലരെ എന്ത് ചെയ്യും? ചുമ്മാ അതങ്ങ് ബിസിയാക്കി. കർത്താവിനും സമയമില്ല, ഒന്നിനും സമയമില്ല. വ്യക്തിപരമായി പ്രാർത്ഥിക്കാനും സമയമില്ല, ആരെയും ഭവനം സന്ദർശിക്കാനും സമയമില്ല. ചുമ്മാ അതങ്ങ് ബിസിയാക്കി. നിങ്ങൾ ഓർത്തോണം, നമ്മൾ ബിസിയാക്കുന്നത് ഓരോ പ്രോഗ്രാംസ്. ആരെങ്കിലും വിളിക്കും, നമ്മളെ ഒന്ന് വരണേ, ആരെങ്കിലും വിളിക്കും, എന്നെ ഒന്ന് സഹായിക്കണേ, ആരെങ്കിലും വിളിക്കും, എന്നെ ഒന്ന് ഇങ്ങനെ ചെയ്യണേ, എനിക്കൊരു ആവശ്യമുണ്ട്, അല്ല ഇങ്ങനൊരു കാര്യം, ഒരു പ്രോഗ്രാമുണ്ട്. ഓരോരുത്തർ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ബിസിയായി പോകുന്നത്. അപ്പോൾ ഓരോ വിളിക്കും ഞാനൊന്ന് ചിന്തിക്കണം. ഈ ഫുഡ് കിട്ടാൻ പോകുന്നിടത്ത് എല്ലാം ചെല്ലേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും എനിക്ക് പ്രയോജനം ഉള്ളിടത്തോ അല്ല അവരൊരു സഹായം ചോദിച്ചല്ലെന്ന് വിചാരിച്ച് എല്ലായിടത്തും ചെല്ലേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം കർത്താവിനോട് ചോദിക്കണം. ഈ എല്ലാ വിളിയും എല്ലാ പ്രോഗ്രാമും പ്രയോജനമുള്ളതല്ല. ബൈബിളിനകത്ത് എഴുതിയിട്ടില്ലേ? എല്ലാം പ്രയോജനമുള്ളതല്ല. എല്ലാം പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ആത്മീയ വർധനവ് തരുന്നതല്ല, എല്ലാം പ്രയോജനമുള്ളതല്ല. അതുകൊണ്ട് കുറേ നമ്മളങ്ങ് ബിസിയായി ഇങ്ങനെ ചുമ്മാതിരിക്കാതെ സ്തോത്രം ഓരോ വിഷയങ്ങളും കർത്താവിനോട് വ്യക്തമായ ആലോചന ചോദിച്ചു പോകാൻ. ഇതെല്ലാം സാത്താൻ കൊണ്ട് നടന്ന കളകളാണ്. ഞാൻ പറഞ്ഞില്ല, ചില ജീവിതത്തിൽ ഭയവും ടെൻഷനും ആയിരിക്കും, ചിലരുടെ ജീവിതത്തിൽ ചുമ്മാ അതങ്ങ് ബിസിയാക്കി വെക്കും. സ്തോത്രം. അല്ല, സാത്താൻ ഉറങ്ങുമ്പോൾ എന്ത് പറയുന്നത് എവിടെ എഴുതിയേക്കുന്നത്? കൊണ്ട് കാളാവതയ്ക്കും. ചിലരുടെ ജീവിതത്തിൽ മടിയായിരിക്കും. ഒത്തിരി പേരെ ഉണ്ട്, ഞാനങ്ങനെ ദൈവമക്കളുടെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഒരാളെ പറ്റി പറയുവാടേത്, ഭാര്യ വളരെ കഷ്ടപ്പെട്ട ജോലി, സഹോദരനാണ് ജോലിക്ക് പോകത്തില്ല, ഭയങ്കര മടിയനാണ്. ആരെങ്കിലുമൊക്കെ സഹായിച്ചോട്ടെ, എനിക്കിതൊന്നും ജോലിയൊന്നും ചെയ്യാനൊന്നും വയ്യ, എനിക്ക് അധ്വാനിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. സോ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ഇതെല്ലാം ഓരോ ബന്ധനം. ആരാ കൊണ്ടിരുന്നത് ഇത് വിടുന്നത്? മടിയുടെ വിത്ത് ആരാ കൊണ്ടിടുന്നത്? സാത്താൻ. അതുകൊണ്ട് ഇതുപോലത്തെ വിത്തുകളൊന്നും ഇവിടെ ഈ അരിയൊന്നും ഇവിടെ വേവത്തില്ലെന്ന് പറഞ്ഞാൽ ഈ വിത്തൊന്നും ഇവിടെ മുളയ്ക്കാനിടയായി തീരില്ല. അതിനെയൊക്കെ ജയിക്കണമെങ്കിൽ 11 വായിച്ച്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയണമെങ്കിൽ ഏതൊരു അറ്റാക്കുമായിട്ട് വന്നാലും നിൽക്കുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു വിഷയം അത് ഈ സർവായുധ കവചം എന്ന് പറയുന്നത് ദ ഹോൾ ആമർ, കംപ്ലീറ്റ് ആമർ എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. സർവ ആയുധ കവചം.
സർവ അല്ലെങ്കിൽ കംപ്ലീറ്റ്. അതിൻ്റെ പകുതിയല്ല, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് താഴെ അറിയാമല്ലോ. ഓരോന്നും അത് സത്യവും നീതിയും സുവിശേഷവും വചനവും വിശ്വാസവും ഒക്കെയാണെന്ന് നമുക്കറിയാം. നമ്മളതിലേക്ക് അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാം. കംപ്ലീറ്റ് ആമർ വേണം, കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ വേണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ചിലരെ ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് പറയുന്നത്. വിശ്വാസത്തിൽ ചിലരെ ക്ഷീണിപ്പിക്കും, ചിലർക്ക് സംശയം കൊണ്ടിടും, ചുമ്മാതുള്ള ചിന്തകൾ കൊണ്ടിടും. ഹൗവയുടെ ജീവിതത്തിൽ ആദ്യം സൃഷ്ടിച്ച, നമുക്ക് വേണേൽ പറയാം, ഈ കുറേ തലമുറകൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് വിളച്ചിലുകൾ കൂടിയത്. ഇങ്ങനെ വിളച്ചിലായിട്ട് വേറെ രീതിയിൽ ഒരു ഡബിൾ മീനിങ്ങിൽ അല്ലെങ്കിൽ ഒരു വേറെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഉണ്ടല്ലോ, അതങ്ങനാണോ എന്ന് ചിന്തിക്കാൻ ഇപ്പോഴൊന്നും അല്ല തുടങ്ങിയത്. ഇതാദ്യ മനുഷ്യനായ ആദ്യത്തെ ദൈവത്തിൻ്റെ പ്രോഡക്റ്റ് കൈകൊണ്ട് സൃഷ്ടിച്ച ആദാമും ഹൗവയിൽ തൊട്ട് തുടങ്ങിയതാണ് ഇല്ലേ. ഹൗവയോട് പറഞ്ഞു, പിശാച് വന്ന് പറഞ്ഞു, ഒരു വിത്ത് കൊണ്ടിട്ടതാണ്. പിശാച് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ കണ്ടില്ലേ, നീ ഈ ഫലം കഴിച്ചാൽ നീ ആരെ പോലാവും? ദൈവത്തെ പോലാവും. നീ ദൈവത്തെ പോലാകുന്ന ദൈവത്തിന് ഇഷ്ടമല്ല, കുശുംബം, അസൂയ. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് ഇങ്ങനത്തെ ഫലമൊക്കെ ഇത് ദൈവത്തിനുള്ളതാ, നീ തിന്നണ്ട. നീ ദൈവത്തെപ്പോലെ ജ്ഞാനമുള്ളതാവും, നീ ദൈവത്തെപ്പോലെ നിത്യമായി ജീവിക്കും, ദൈവത്തെപ്പോലെ നീ നിത്യനായി തീരും. അതുകൊണ്ടാണ് നിത്യജീവൻ്റെ ഫലം നീ തിന്നണ്ട എന്ന് പറഞ്ഞത്. അതങ്ങോട്ട് കേട്ടപ്പോൾ സഹോദരിയുമല്ലേ, പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് തോന്നി, ആഹാ അതാ അപ്പം കാര്യമില്ലേ, ഞാൻ ഈ ഫലം തിന്നാൽ ഞാൻ ദൈവത്തെ പോലാവും, പിന്നെ എനിക്ക് മരണമില്ല, എനിക്ക് നന്മ തിന്മകളെപ്പറ്റി തിരിച്ചറിയാം, ദൈവത്തിനുള്ള ക്വാളിറ്റി അല്ല എനിക്ക് വരാം, അങ്ങനെ ദൈവം തന്നെ ഈ ഫലം തിന്നണ്ട. അതല്ലേ, അങ്ങനെയല്ലേ സാധാരണ തോന്നിച്ചത്. ഇങ്ങനെയുള്ള വിളച്ചിലുകൾ ചിന്തിപ്പിക്കുന്നത് ആരാ ദൈവമക്കളെ? സാധാരണ വചനം നമ്മളോട് ഞാനാണെങ്കിൽ പോലും വചനം, ഞാൻ ഏതൊരു ദൈവദാസൻ സംസാരിച്ചാലും ഞാൻ കറക്റ്റായിട്ട് കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പല പാപ സ്വഭാവങ്ങളെയും അത് വെളിപ്പെടുത്തും. ദൈവം എന്നോട് സംസാരിക്കും. പക്ഷേ ഞാൻ ഇനി ആ ദൈവദാസൻ്റെ പ്രസംഗത്തിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ പറയുന്ന ഓരോ ലൈനും എനിക്ക് വേണേൽ എങ്ങനെ ചിന്തിക്കാം, എന്നെ കുത്തിയതാ പാസ്റ്റർ, എന്ത് ചെയ്യാനാ, എന്നെ കുത്തിയതാണെന്ന് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം കൊണ്ടിടുന്ന വചനത്തിൽ ഓർപ്പിക്കുന്ന പോലെ കർത്താവുമായിട്ടുള്ള ആ സിംപ്ലിസിറ്റി ഇൻ ക്രൈസ്റ്റ് ഇല്ലേ, ഏകാഗ്രതയും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് എന്നെ വഷളാക്കുന്നത് ആരാ? സാത്താന. കർത്താവിന് സന്ധിയിലുള്ള ഏകാഗ്രത നശിപ്പിക്കുന്നത് ആരാ? കർത്താവിനോടുള്ള നിർമ്മലത എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അപ്പൻ അമ്മ എന്ത് ചെയ്താലും അവർക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ അറിയത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് പിച്ചിക്കഴിഞ്ഞാൽ അവരപ്പോൾ ഒന്ന് കാര്യം പിന്നിച്ച് കഴിഞ്ഞ് അവരൊന്ന് മനസ്സെന്നാലും എന്നെ പിച്ചിയല്ലോ പപ്പ എന്നൊന്നും അവർ ഓർക്കത്തില്ല, അവരങ്ങ് ക്ഷമിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട്? നിർമ്മലതയുണ്ട്. ആ കൊച്ചു കുഞ്ഞൊരു ഇച്ചിരിയോട് വിളച്ചിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം വാശി പിടിച്ച് അവിടെ ഇരിക്കുന്നതാണ്. എന്നാലും പപ്പ എന്നെ പിച്ചിയല്ലോ, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ആ സ്കൂളിൽ പോകാൻ ഇന്നാലും ഒരു കുഞ്ഞ് പറയുന്നതായിട്ട്, ഞാൻ സ്കൂളിൽ പോകാതെ നാണംകേട് ഉണ്ടാക്കിയ പപ്പയ്ക്കല്ലേ നാണംകേട്, പോകുന്നില്ല. അത്രയും ചിന്തിക്കുവാൻ ആ കുഞ്ഞിന് വിളച്ചിലുണ്ടായാൽ. ഇങ്ങനെയുള്ള വിളച്ചിലൊക്കെ ആരായിക്കൊണ്ടിടുന്നത് മനസ്സിൽ? ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ രണ്ട് പദമാണ് ഉപയോഗിക്കുന്നത്. ദ കോൺസെൻട്രേഷൻ, സിംപ്ലിസിറ്റി. ക്രിസ്തുവിലുള്ള കോൺസെൻട്രേഷൻ, ക്രിസ്തുവിലുള്ള സിംപ്ലിസിറ്റി, കർത്താവിലുള്ള യേശുവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ ഏകാഗ്രത, പ്രൈസ് ദി ലോർഡ്, യേശുവുമായിട്ടുള്ള ബന്ധത്തിലുള്ള നിർമ്മലത. എന്നെ അടിച്ചാലും ദോഷമായിട്ട് കർത്താവ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യത്തില്ല, എൻ്റെ കറക്ഷന് വേണ്ടിയാണ്, അത് നന്മയ്ക്കായിട്ട്. ആ നിർമ്മലത ഇല്ലെങ്കിൽ ആഹാ എന്നെ അടിച്ചോ, ഞാനും പകരം കാണിച്ചു കൊടുക്കുക. ഞാൻ ബൈബിളൊക്കെ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഇനി പ്രാർത്ഥനയില്ല, പാട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് ശിക്ഷ തന്നില്ലേ? അല്ലല്ല, പ്രൈസ്. ഞാൻ പറഞ്ഞത് തരാതെ എനിക്ക് എന്ത് ചെയ്തു? എൻ്റെ വഴി കർത്താവ് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവമായിട്ടുള്ള ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലെന്നേ. നമ്മൾ പ്രാർത്ഥിച്ചില്ല, കർത്താവിന് എൻ്റെ നഷ്ടമാണോ? ദൈവം ആരാന്നും നമ്മൾ ആരാന്നും നമ്മുടെ മേലുള്ള വിളി എന്തുവാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുന്നത് എപ്പോഴൊക്കെയാണെന്നറിയാം. അപ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേടിയെന്ന് നമ്മൾ കേൾക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും ദൈവം കൊടുത്തു എന്ന് കേൾക്കുന്നത്. അയ്യോ അവരിന്നത് വാങ്ങിച്ചു, അവരിങ്ങനെ ചെയ്തു, അവരിന്ന രാജ്യത്ത് പോയി, അവരിങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സന്ധിയിലുള്ള ഏകാഗ്രത പോയി. അവരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ, ഞാൻ മാത്രം
എന്നെ ഒരു സാധാരണ രീതിയിലാണ് കർത്താവ് നയിക്കുന്നതെന്ന് വേണേ പിശാച് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കൊണ്ട് നിട്ടാൽ കർത്താവിനോടുള്ള ഏകാഗ്രത, പറഞ്ഞേ ഈ ലോകസ്നേഹം, ലോകത്തിൻ്റെ സുഖം, ലോകത്തിൻ്റെ പല അനുഭവങ്ങളാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്. പൗലോസ് പറയുന്നു, അപ്പോസ്തലൻ ജീവിതത്തിൽ പറഞ്ഞു, എനിക്ക് ലാഭം വേണ്ട, എനിക്ക് ക്രിസ്തു മതി. ലാഭമായതുള്ളതൊക്കെ ഞാൻ ചപ്പും ചവറായിട്ടും ഛേദമായിട്ടും എണ്ണി, എനിക്ക് എന്ത് മതി? കർത്താവിൻ്റെ പുനർദാന ശക്തി മതി. നമ്മളെ ആ ലാക്കിൽ നിന്ന്, എൻ്റെ വിളിയിൽ നിന്ന്, സ്തോത്രം, അല്ല തെറ്റിച്ച് കളയുവാൻ ദൈവദാസന്മാരൊക്കെ എത്ര പേരെ തെറ്റിപ്പോകുന്നില്ലേ? ഫണ്ട്സിൻ്റെ കാര്യത്തിലും, പെൺവിഷയത്തിലും, പലവിധ സ്ഥാനത്തിൻ്റെ വിഷയത്തിലും. ഞാനൊരു ദൈവദാസനായിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വളരെ ആ ഏരിയകളൊക്കെ, എത്ര ദൈവദാസന്മാരെ തെറ്റിക്കുന്ന ഏരിയകൾ ഞാൻ ശ്രദ്ധിച്ച് ജീവിക്കണം. നിങ്ങളൊക്കെ എത്ര ദൈവമക്കളെ തെറ്റിക്കുന്ന ഏരിയകളുണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസത്തിൻ്റെ ആരംഭത്തിൽ തൊട്ട് ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രത, ക്രിസ്തുവുമായിട്ടുള്ള നിർമ്മലത, അത് വിട്ട് ലോകത്തിൻ്റെ ഒരു നന്മയും എനിക്ക് വേണ്ട, ഒരു ലക്ഷറിയും എനിക്ക് വേണ്ട, ലോകം തരുന്ന ഒരു സ്ഥാനവും എനിക്ക് വേണ്ട. അതെല്ലാം എന്നെ ക്രിസ്തുവിനോടുള്ള കർത്താവിൻ്റെ മണവാട്ടിയായി തീരേണ്ടതാണ്. ദ ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ഒരു അത് കിട്ടാതിരിക്കാൻ ഒരു ബുദ്ധിയുള്ള കന്യക, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ എൻ്റെ വിളക്കിൽ എണ്ണ കത്തി ആ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടൊരു പ്രത്യാശയോട് കാത്തിരിപ്പിക്കാതിരിക്കാൻ എൻ്റെ പ്രാർത്ഥന വിഷയം മാറ്റുക, എൻ്റെ ഉപവസിക്കുന്ന വിഷയങ്ങൾ മാറ്റുക, എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ ഇതെല്ലാം പോരാട്ടമാണ്. ഇത് ഒണിയുടെ പരസ്യം പോലെ 2 കൊമ്പും 1 വാലും ഒക്കെ ആയിട്ട്, കുന്തവും ഒക്കെ ആയിട്ട് എന്നെ കുത്താൻ വരുന്നതല്ല. സാത്താൻ അങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ശത്രു അല്ല. പേരലർന്ന സിംഹം എന്നൊക്കെ സാത്താൻ്റെ പരിപാടി മുഴുവനും വിളച്ചിലാണ്, തന്ത്രമാണ്. അവൻ എന്തോ എഴുതിയിരിക്കുന്നത്? ഹി ഡിസീവ്സ് പീപ്പിൾ എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യും? ചതിയനാണ്. അവൻ ഇങ്ങനെയാണ് ആൾക്കാരെ ചതിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അതിനോട് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, ഏകാഗ്രത. അതിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെയും വൈകിട്ടും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഇനി ഇരിക്കുമ്പോൾ പോലും പലരുടെ ഏകാഗ്രത പോകുന്നുണ്ടോ ദൈവമക്കളെ? 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുക, 4.5 മിനിറ്റും കണ്ണ് തുറന്നിരിക്കുക, പലയിടത്ത് ചിന്തിക്കുക. ആ പ്രാർത്ഥന കൊണ്ട് എന്തുവാ പ്രയോജനം ദൈവമക്കളെ? അവിടെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും സഭയിലും എല്ലാം പ്രൈസ് ലോർഡ്. അല്ലെ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കണേ എന്ത് ചെയ്യണം? ഏകാഗ്രത കെടുത്തുന്ന കാര്യങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. സാത്താൻ കൊടുത്ത തന്ത്രങ്ങളുണ്ട്. അവിടെ എന്ത് ചിന്തയാണെങ്കിലും അവിടെ എല്ലാം ഞാൻ എന്ത് പ്രാപിക്കണം? ജയം പ്രാപിക്കണം. നമ്മുടെ പോരാട്ടം ആരോടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യനോടല്ല, ഒരു വിളച്ചിലുകാരനോടാണ്. തൊട്ടു മുമ്പത്തെ വാക്യത്തിലൊക്കെ വന്നാൽ അവൻ വരുന്നത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്? ഒരു അലർന്ന സിംഹം പോലാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ എന്ത് ചെയ്യണം? ഒരു സർവായുധ കവചം പോലെ. അലർന്ന സിംഹം പോലെ എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും സിംഹം ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹം യേശുവാ. 2 സിംഹമില്ല, ഒരു സിംഹമേ ഉള്ളൂ. ഒരു സിംഹമേ ഉള്ളൂ, ഒരു രാജാവേ ഉള്ളൂ, ഒരു രാജാവേ ഉള്ളൂ. ക്രിസ്തുവിന് പകരം എതിർ ക്രിസ്തുവായിട്ട് ഭൂമി വാഴാനൊക്കെ ഒരു പന്നൻ വരും. ദൈവം എന്തെങ്കിലും ഒരു പദ്ധതിയുമായിട്ട് വന്നാൽ അത് പൊളിക്കാൻ അതിൻ്റെ ഒരു പാരലൽ പദ്ധതി മാത്രമേ ആരുടെ കയ്യിലുള്ളൂ. നമ്മൾ ഈ കോപ്പി ക്യാറ്റ് എന്നൊക്കെ പിള്ളേർ പറയുമല്ലോ. കർത്താവിൻ്റെ പ്രോജക്റ്റ് കോപ്പി അടിച്ച് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ മാത്രമേ ആർക്ക് പറ്റത്തുള്ളൂ. ഞാൻ പലപ്പോഴും മുസ്ലിം സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, അവർ വലിയ കാര്യത്തിനൊക്കെ പറയും നബിക്ക് വെളിപ്പെട്ടാന്ന് പറയും. ഞാൻ പറയും, ഇത് എത്ര വർഷം മുമ്പേ, 6000 വർഷം മുമ്പേ എബ്രഹാമിനും അവർക്കൊക്കെ വെളിപ്പെട്ടത്. അതെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞിട്ട്, യേശുവും കഴിഞ്ഞിട്ട്, പിന്നെ ഒരു AD 550 ഇതെല്ലാം തൻ്റെ 3ാമത്തെ ഭാര്യ യഹൂദ സ്ത്രീ ആയതുകൊണ്ട് ആ തോറായിൽ നിന്ന് എന്ത് ചെയ്തു? കോപ്പി അടിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് അവിടെ ഇസാക്കിൻ്റെ പേര് മാറ്റി ഇസ്മായിലാക്കി. ചില കഥകളൊക്കെ ഒരു ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. ഒരു ചേഞ്ച് വേണമല്ലോ നബിക്ക് വെളിപ്പെട്ട്. അപ്പം ഇതെന്തോ കോപ്പി ക്യാറ്റ്. ബൈബിൾ അതുപോലെ, ബൈബിളിൻ്റെ പഴയ നിയമം കോപ്പി അടിച്ച് വെച്ചിരിക്കുക. ഇവിടെ അവിടും ഉണ്ട്, ഈസാ നബിയുണ്ട്, യാക്കൂബും ഉണ്ട്, എല്ലാ ആൾക്കാരും, ഈ കഥാപാത്രങ്ങളെല്ലാം ദാവൂദും ഉണ്ട്. ഇതിൻ്റെ എല്ലാ അറബി പേരെന്തുണ്ട്? ഈ ബൈബിളിൻ്റെ അകത്തുള്ള കഥാപാത്രം മൂസാ നബിയുണ്ട്, മോശയാണ്, എല്ലാവരും അവിടെ ഉണ്ട്. സാത്താൻ ആകെപ്പാട് ഒരു ജനതയ്ക്കൊരു പ്രമാണം കൊടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കോപ്പി അടിച്ച്, പക്ഷേ ആ കോപ്പി അടിച്ച പ്രമാണം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്കോർ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഈ ക്രിസ്തീയ രാജ്യങ്ങളിലൊക്കെ നല്ലൊരു ശതമാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റിക്കളയുന്നുണ്ട്. സ്തോത്രം. ഈ കോപ്പി അടിച്ച പ്രമാണം കൊണ്ട് അവർ ഇത്രയും പേരെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കുള്ള പ്രമാണം ആർക്കും വിശ്വസിക്കേണ്ട. കോപ്പി അടിച്ച പ്രമാണത്തിനാണ് ഭയങ്കര ആകർഷണം. അവിടെ നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ അവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ജീവിതം. ഇവിടെ നോക്കുമ്പോഴോ
തോന്നിയ പോലുള്ള വസ്ത്രധാരണ, തോന്നിയ പോലുള്ള കുടുംബജീവിതം, ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ പോലും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം. അപ്പുറത്തോ ഈ കോപ്പി അടിച്ച പ്രമാണത്തിനോ പ്രൈസോട്. അപ്പോൾ സാത്താൻ എല്ലാം അല്ല, ദൈവത്തിൻ്റെ പദ്ധതി കോപ്പി അടിച്ചുള്ളതാണ്. അതുകൊണ്ട് എന്തുവാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 12-ാമത്തെ വാക്യം? നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും മാത്രമേ. നമുക്ക് പോരാട്ടമുള്ളത് ഈ ദുഷ്ടാത്മസേനയോടാണ്. അതുകൊണ്ടാണ് എഴുതി 10-ാമത്തെ വാക്കിൽ ഒടുവിൽ അവനും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. നമ്മൾ മുൻപോട്ട് പോകുന്ന നമ്മൾ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിച്ച് പുറമോട്ട് തിരിഞ്ഞാൽ അവൻ ആർക്കുള്ളവനല്ല. നമ്മൾ മുമ്പോട്ട് എടുക്കുന്ന അറിയാമോ, ലൂക്കോസ് സുശേഷത്തിൽ കർത്താവ് പറയുന്നില്ല, കലപ്പയ്ക്ക് കൈവച്ച് നമ്മൾ ശുശ്രൂഷ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ ഓരോ തീരുമാനമെടുത്ത് രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് മുൻപോട്ട് പോകുമ്പോൾ ആ തീരുമാനത്തിൽ പുറമോട്ട് പോയാൽ അവൻ ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല. സാത്താനെ പേടിച്ച് ഓടിയാലും അയ്യോ എനിക്ക് ഇതിനോടൊന്നും പോരാടാനൊന്നും ഭയം, ഞാൻ എവിടെയെങ്കിലും ഒരു സാധാരണ വിശ്വാസിയായിട്ട് മൂലയ്ക്ക് ഒതുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അവനും ഭീരുക്കൾ അവിശ്വാസികൾ എവിടെ പോകത്തില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. പിന്നെ ഒരു മാർഗമേ ഉള്ളൂ, ഹിറ്റ്ലറിൻ്റെ ആർമിയിലുള്ളവർക്ക് പുറമോട്ട് തിരിഞ്ഞാൽ കൂടുള്ളവൻ വെടിവെക്കും. കൂടുള്ളവനോട് പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലർ, ആദ്യമായിട്ട് ഹിറ്റ്ലറാണ് പരിപാടി തുടങ്ങിയത്. പിന്നെ പല ആർമിയും അത് കോപ്പി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ആർമിക്കൊക്കെ ഉണ്ട് ആ സിസ്റ്റം. അല്ല അതൊന്നും ചോദിക്കേണ്ടതെന്നാണ് പറഞ്ഞു. ഒരുവൻ പുറമോട്ട് തിരിഞ്ഞാൽ എന്തുകൊണ്ടാണ്? കൂടുള്ളവനാണേലും അവൻ്റെ കൂടെ ട്രെയിനിങ് ലഭിച്ചവൻ, ജൂനിയർ ആണേലും കുഴപ്പമില്ല, സീനിയർ തിരിഞ്ഞാലും കുഴപ്പമില്ല, പട്ടാളക്കാരൻ പുറമോട്ട് തിരിഞ്ഞാൽ വെടിവെച്ചോളാനാണ് പറയാൻ. കർത്താവ് അതുതന്നെയാണ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആത്മീയമായിട്ട് ബലത്തിന്മീതെ ബലം, അഭിഷേകത്തിന്മീതെ അഭിഷേകം, പുതിയ പുതിയ വെളിപ്പാടുകൾ പ്രാപിച്ച് മുൻപോട്ട് വളരുവാനല്ലാതെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്നെങ്കിൽ പുറമോട്ട് പോകുവാൻ പ്രമാണമില്ല. ശക്തിപ്പെട്ടതിലേ പറ്റൂ. എത്രത്തോളം ശക്തി പ്രാപിക്കണം ദൈവമക്കളെ. ആത്മീയ കാര്യത്തിനൊരു താല്പര്യം കുറയുന്നത് തന്നെ എന്നാണെന്നറിയാം, നമ്മുടെ ആത്മാവിലുള്ള അളവ് കുറയുന്നതാണ്. ആത്മീയ വിഷയങ്ങൾ താല്പര്യം കുറയുന്നു. അപ്പം നമുക്കിങ്ങനെ ഒത്തിരി എക്സ്ക്യൂസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൗവ പറഞ്ഞ എക്സ്ക്യൂസ് ഓർമ്മയില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ദുഷ്ടനും മടിയനുമായ ദാസനെ നമുക്ക് ബൈബിളിൽ അറിയാം. 3 ദാസന്മാരിൽ ഒരു ദാസൻ എന്തുവാണ്? ദുഷ്ടനും മടിയനുമായ ദാസൻ. ആ ദാസൻ എന്തുവാ പറഞ്ഞതെന്നറിയാം? യജമാനു വേണ്ടി എന്നാ ചെയ്യാഞ്ഞത്, എന്നാ താലന്തുകൾ കർത്താവ്, നമുക്കെല്ലാം ദൈവം താലന്തുകൾ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താലന്തുകൾ വെച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ എന്തുകൊണ്ടാണ് ചോദിച്ചപ്പം പറയുക, ഈ യജമാനൻ ശരിയല്ല, അപ്പോൾ താൻ നീതിമാനും അല്ല, താൻ ദുഷ്ടനുമാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അപ്പം യജമാനനെ പറ്റി വരെ എക്സ്ക്യൂസ് പറയുവാൻ സാത്താൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കാള വരയ്ക്കും. ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു? ഞാൻ ഇത്രയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുള്ളൂ. ദൈവം എന്നോട് ചോദിച്ചാൽ തന്നില്ലല്ലോ. ദൈവം ഈ സമയത്ത് കണ്ടില്ലേ എന്നെ കൈവിടുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പല പരീക്ഷയിൽ കൂടെ എന്നെ കടത്തിവിടും. ഞാനും ദൈവത്തിന് വേണ്ടി ഇത്രേ നിൽക്കുന്നുള്ളൂ. ആർക്ക് പോയി? അവനെ വിളിക്കുന്നത് എന്തോന്നറിയാം? ദുഷ്ടനും മടിയനുമായ ദാസനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, നിത്യ നരകത്തിലും പല്ലുകടിയും കരച്ചിലും ഉള്ളിടത്ത് അവനെ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേരാണെന്നറിയാം കർത്താവിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ അനുസരിച്ച് കർത്താവ് കൊടുത്തിരിക്കുന്ന അവസരങ്ങളെല്ലാം പാഴാക്കിക്കൊണ്ട് നിൽക്കും. ദൈവമക്കളെ, നമ്മൾ ആരും അങ്ങനെ ആയി തീരല്ല. 11-ാമത്തെ വാക്യം നിർത്തി വായിച്ചു. കംപ്ലീറ്റ് ആർമർ ഓഫ് ഗോഡ്, അത് ധരിച്ചുകൊള്ളുവിൻ. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയുക, നമുക്കൊരു പോരാട്ടമുണ്ട്. 13-ാമത്തെ വാക്യം കൂടി വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളും. നമുക്ക് പോരാട്ടമുണ്ട്, എവിടെ ചെന്നാലും പോരാട്ടമുണ്ട്. ജോലി സ്ഥലത്ത് എന്തുണ്ട്? ജോലി സ്ഥലത്ത് കുടുംബക്കാരുടെ മധ്യത്തിൽ എന്തുണ്ട്? ഇല്ലേ? നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്? നമ്മൾ എത്ര അസോസിയേഷനുമായിട്ട് അങ്ങ് ചേരാൻ ശ്രമിച്ചാലും, എത്ര നമ്മൾ അവരെ അങ്ങ് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ, പല കാര്യത്തിനൊക്കെ പാസ്റ്റർ അറിയുന്നില്ലല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളങ്ങ് ചേർന്ന് നോക്കിക്കോ. എന്നാലും എന്തുണ്ട്? നിങ്ങളുടെ അകത്ത് ഒരു വിളിയുള്ളതുകൊണ്ടും നിങ്ങളുടെ മേൽ ഒരു വിളിയുള്ളതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്നൊരു പോരാട്ടം ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകല്ലേ. ഈ യാക്കോബിൻ്റെ മക്കൾക്ക് ബാക്കിയുള്ള 12 മക്കൾക്കും 13 ദീന ഉൾപ്പെടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള 11 ആണുങ്ങൾക്കും യോസേഫിനെ കാണുമ്പോൾ ഒരു വിഷമോ, ഒരു ചൊറിച്ചില, ഒരു ആകപ്പാട്. അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുന്നു. അവൻ മരിച്ചു എന്ന് അപ്പനോട് പറയുന്നു. അവനെ കളിയാക്കുന്നു.
എന്തൊക്കെ രീതിയിൽ അവനെ വിൽക്കുന്നു, അടിമയായിട്ട് വെക്കുന്നു. സ്വന്തം സഹോദരന്മാർ ചെയ്യാവുന്ന മറ്റുള്ള ദൈവമക്കളുടെ മധ്യത്തിൽ പോലും നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് ആരും ഹാലല് പോരാട്ടമില്ല എന്നൊന്നൊക്കെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അത് വിശ്വസിച്ചിരിക്കല്ലേ, നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ ജയിച്ച് നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ അമിത ബലം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധിയോടുകൂടി നിൽക്കണം. ആത്മശക്തി കർത്താവ് പകരണമെങ്കിൽ ഈ മൺപാത്രം എങ്ങനെ ഒരുക്കണം? വിശുദ്ധിയോടുകൂടി ഒരുക്കണം. സ്വതന്ത്രം വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ എൻ്റെ ഇപ്പം അകത്ത് ചിലപ്പോൾ ഒത്തിരി ജഡസ്വഭാവങ്ങൾ കാണും. ഓരോന്ന് മാറ്റുമ്പോഴാണ് അത്രത്തോളം ആത്മശക്തിയാൽ കർത്താവ് എന്നെ നിറയ്ക്കുന്നത്. അപ്പോസ്തലൻ ഓരോ സഭകളെ ഓർപ്പിക്കുന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശക്തി, കൊരിന്ത്യയിലെ സഭയിൽ, എഫെസോസിലെ സഭ, നമ്മൾ ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശക്തിയോടുകൂടി നിൽക്കണേ, വിശുദ്ധിയോടുകൂടി നിൽക്കണമേ, സർവായുധ കവചം ധരിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ദുർദിവസത്തിൽ എന്ത് ചെയ്യത്തില്ല, ഭയങ്കര പോരാട്ടം വരുമ്പോൾ നിങ്ങൾ നിലനിൽക്കത്തില്ല, വീണുപോകും. ശക്തമായ പോരാട്ടം. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടി ആരാധിക്കാം. നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ എന്തോന്നറിയാം? ദൈവമക്കൾ ചേർന്ന് ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ദൈവദാസൻ ആ ഗ്രാമത്തിലെ അല്ലല്ലോ, അവരിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഗ്രാമത്തിലെ അല്ലാത്ത ഒരാൾ അവിടെ വന്നിരുന്ന് എന്തിനാ ആരാധിക്കും, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഓരോരുത്തർ ആധാർ കാർഡ് വാങ്ങിക്കുക. അവരൊന്നും മാറ്റത്തില്ല ആധാർ കാർഡ്. ഹിന്ദു എന്നാണ് അവന് ചാട്ടവാർ വെച്ച് അടിച്ചിട്ട് പോടാ എൻ്റെ വീട്ടിൽ, നീ പോയി അമ്പലത്തിൽ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത്, നിൻ്റെ ആധാർ കാർഡിൽ കണ്ടില്ലേ ഹിന്ദു എന്ന് എഴുതി. ഹിന്ദുവിൻ്റെ ബെനിഫിറ്റും വാങ്ങിക്കും, ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള സ്കീംസ് എല്ലാം വാങ്ങിക്കും. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ അടിച്ചു കൊടുക്കും. ഏതൊക്കെ രീതിയിലാണ് സാത്താൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുപോലെ നമ്മുടെ കൂട്ട് സ്വാതന്ത്ര്യമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ഇപ്പോഴെന്തില്ല. അവിടുത്തെ ദൈവദാസന്മാരൊക്കെ പേടിച്ച് ഓരോ ദേശത്ത് ഓടിപ്പോയി. ചിലർ സ്കൂളിലെ ടീച്ചറായിട്ട് മാത്രം ജോലി ചെയ്യുക, അവർ കൂട്ടായ്മ നടത്തുന്നില്ല. സ്തോത്രം. കേരളത്തിലും ഇപ്പോൾ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോഴാണ് നമുക്ക് മീറ്റിങ്ങിനൊക്കെ പലപ്പോഴും വരുവാൻ കഴിയുന്നില്ലേ. വരുന്ന ആളുകൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇതുപോലെ ഒന്നിച്ചു കൂടി ആരാധിക്കാനുള്ള ഫ്രീഡം കിട്ടുമോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ദുർദിവസത്തിൽ വീണ് പോകാതിരിക്കണമെങ്കിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് സ്തോത്രം, ദൈവം തരുന്ന ഓരോ അവസരങ്ങളും ബലമേറ്റു കൊടുത്ത് നമുക്ക് പോരാട്ടമുണ്ട്. ദൈവമക്കളെ, താമസിക്കുന്ന സ്ഥലത്ത് നമ്മളെ കാണുമ്പോൾ ഇത്രയും നമ്മളോട് എന്നാ പോരാട്ടം. ഞങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ പലപ്പോഴും വിചാരിക്കും ഞങ്ങളോട് മാത്രം എന്നെ ഇത്രയും പോരാട്ടം. വേറെ ഒന്നുമല്ല എൻ്റെ കാരണം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് നമുക്ക് തിരിച്ചറിയത്തില്ലെങ്കിൽ, നമുക്ക് പലപ്പോഴും അറിയത്തില്ല ഹല്ലേലൂയ, ആ ഒരു വലിയ വാല്യുബിൾ അനോയിൻമെൻ്റാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. പക്ഷേ ജാതികൾക്കറിയാം, സാധാരണ അറിയാം. അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടമുള്ളത്. സർവായുധ കവചം ധരിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ മേശ